ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ. നമസ്കാരം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ. തൃശൂർ പാട്ടരാക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. മാളവടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടിയോട്ടോയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. തൃശൂരിൽ വൻ ബ്രൌൺ ഷുഗർ വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളികളായി 2 പേർ പിടിയിൽ. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രം. ചൊക്കനയിൽ കാട്ടാനശല്യം രൂക്ഷം. കാട്ടാനയിറങ്ങി വാഴകൃഷി നശിപ്പിച്ചു. ഭീതിയിൽ പ്രദേശവാസികൾ. ചവഘട്ട്, തിരുവത്ര, ജീലാനി നഗറിൽ അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നു. വിശദാംശങ്ങളിലേക്ക്. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ ഉടലെടുത്തത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ. തങ്ങളാരും BJPയിൽ ചേർന്നിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ തൃശൂരിൽ പറഞ്ഞു. കോൺഗ്രസ് പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയ മുൻ DCC സെക്രട്ടറി TM ചന്ദ്രൻ, മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് ടെസി ജോസ്, വൈസ് പ്രസിഡന്റ് നൂർജഹാൻ, പഞ്ചായത്ത് അംഗം ലിൻഡോ പള്ളിപ്പറമ്പൻ, ഒപ്പം വെള്ളിക്കുളങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് അംഗമായ പ്രവീൺ M. കുമാർ എന്നിവരാണ് മറ്റത്തൂരിലെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യം വിശദീകരിക്കാൻ തൃശൂരിൽ വാർത്താ സമ്മേളനം നടത്തിയത്. മറ്റത്തൂരിൽ ആദ്യം കുതിരക്കച്ചവടം നടത്തിയത് CPM ആണ്. പതിറ്റാണ്ടുകളായുള്ള പഞ്ചായത്തിലെ CPMന്റെ അഴിമതി മറയ്ക്കാനാണ് തങ്ങൾക്ക് വിപ്പ് നൽകേണ്ട പാർലമെന്ററി പാർട്ടി നേതാവായ KR ഔസേപ്പിനെ വിലക്കെടുത്തത്. ഈ സാഹചര്യത്തിലാണ് സ്വതന്ത്രയായ ടെസിയെ പ്രസിഡന്റായി മത്സരിപ്പിച്ചത്. അതിൽ BJP പിന്തുണയ്ക്കുന്നത് തങ്ങൾക്കറിയില്ലായിരുന്നുവെന്നാണ് ഇപ്പോഴത്തെ വിശദീകരണം. 50% സാധ്യത CPMന് നിലനിൽക്കുന്ന സമയത്ത് ആ സാധ്യത പോലും ഇല്ലാതാക്കി കോൺഗ്രസിന്റെ ഒരു മെമ്പറെ വിലക്കെടുക്കാൻ CPMനെ പ്രേരിപ്പിച്ചത് അവരുടെ കഴിഞ്ഞ 10-20 വർഷക്കാലത്തിലേറെയായുള്ള പഞ്ചായത്തിലെ അഴിമതിയും കെടുകാര്യസ്ഥതയും ഒക്കെ മൂടി വെക്കുന്നതിന്റെ ഭാഗമായിട്ടാണ്. അവിടെ CPMനോടുള്ള വിരോധം കൊണ്ടാവാം BJP കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് വോട്ട് ചെയ്തു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഔസേപ്പിനും തങ്ങൾക്കുമെതിരെ പാർട്ടി നടപടിയെടുത്തത് അറിയില്ല. തിരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയിട്ടില്ല. വിപ്പ് നൽകേണ്ടത് മണ്ഡലം കമ്മിറ്റിയല്ല, ജില്ലാ പ്രസിഡന്റാണ് വിപ്പ് നൽകുന്നത്. പച്ച നുണയാണ് അദ്ദേഹം പറഞ്ഞത്, പച്ച നുണയാണ്. കാരണം അങ്ങനെ ഒരു വിപ്പേ നൽകിയിട്ടില്ല. പാർട്ടി തങ്ങളെ കേൾക്കാതെയാണ് നടപടി സ്വീകരിച്ചത്. മത്സരിച്ചതിന് ശേഷം നേരെ ഉടന്നു പോകുന്നത് DCC ഓഫീസിലേക്കാണ്. ഞങ്ങളോട് പാർട്ടി നേതൃത്വം ഒരാളോടും രാജിവെക്കണമെന്നോ മറ്റെന്തെങ്കിലും ചെയ്യണമെന്നോ ആവശ്യപ്പെട്ടിട്ടില്ല. KPCC ഇടപെട്ട് ശരിയായ നടപടി സ്വീകരിച്ചാൽ പാർട്ടി പറയുന്നത് കേൾക്കുമെന്നും അംഗങ്ങൾ വ്യക്തമാക്കി. BJP ഒരിക്കലും പോകില്ല. ഞങ്ങളുടെ പാർട്ടിയാണ് ഞങ്ങൾക്ക് ഏറ്റവും വലുത്. ഞങ്ങളുടെ പാർട്ടി എന്താണ് ഞങ്ങളോട് പറയുന്നത് അത് കേൾക്കും, അത് ഞങ്ങൾ കേൾക്കും. BJPയിൽ ചേർന്നില്ലെന്നും ചേരില്ലെന്നും ആവർത്തിക്കുന്ന അംഗങ്ങൾ പക്ഷേ BJPയുമായി ഉണ്ടാക്കിയ സഖ്യത്തെ തള്ളിപ്പറയാനോ അവരുടെ പിന്തുണയിൽ വിജയിച്ച പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കാനോ തയ്യാറായിട്ടുമില്ല. ഇതോടെ മറ്റത്തൂരിലെ ഓരോ നീക്കവും ഇനി രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നതായി മാറുകയാണ്. TCV തൃശൂർ. BJP SDPI കക്ഷികളുമായി കൂട്ടുചേർന്ന ചൊവ്വന്നൂർ, മറ്റത്തൂർ പഞ്ചായത്തുകളിലെ കോൺഗ്രസ് അംഗങ്ങളെ അയോഗ്യരാക്കുവാനുള്ള നിയമ നടപടികൾ സ്വീകരിക്കുമെന്ന് DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് പറഞ്ഞു. DCC ഓഫീസിൽ TCVയോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ചൊവ്വന്നൂരിനെ സംബന്ധിച്ച് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു നടപടിയാണ് അവിടെ പഞ്ചായത്ത് പ്രസിഡന്റായി മത്സരിച്ച നിതീഷിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. SDPയുമായി ഒരു കാരണവശാലും ബന്ധം പാടില്ല എന്നുള്ള കർശന നിർദ്ദേശം പാർട്ടിയുടെ പോളിസി എല്ലാം നമ്മൾ മുന്നേ കൊടുത്തിട്ടുള്ളതാണ്. അതാണ് ലംഘിക്കപ്പെട്ടത്. അതുകൊണ്ട് തന്നെ
അത്തരത്തിൽ തെരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി എന്ന നിലയിൽ തുടരാൻ സാധിക്കില്ല, രാജിവെക്കണമെന്ന് ആവശ്യപ്പെട്ടു. അദ്ദേഹം രാജിവെച്ചില്ല. അതുകൊണ്ട് അദ്ദേഹത്തിനെയും വൈസ് പ്രസിഡന്റായ സബേറ്റ വർഗീസിന് 2 പേരും ഇന്നലെ തന്നെ പാർട്ടി പുറത്താക്കിയിട്ടുണ്ട്. നടപടി സ്വീകരിച്ചു. മറ്റത്തൂരിലായാലും ഇവിടെ ആയാലും അംഗങ്ങൾക്കെതിരെ അയോഗ്യരാക്കാനുള്ള നിയമ നടപടികൾ പാർട്ടി സ്വീകരിക്കും. മറ്റത്തൂരിൽ അതോടൊപ്പം തന്നെ ഈ 10 അംഗങ്ങളെ 8 പേര് കൈച്ചിഹ്നത്തിൽ മത്സരിച്ചവരും 2 പേര് സ്വതന്ത്രരായി മത്സരിച്ച് അവരെ പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം 2 പേരെ തിരിച്ചെടുത്തിരുന്നു. ഇൻ ഇഫക്റ്റ് 10 പേരും പാർട്ടിയിലെ അംഗങ്ങളാണ്. അവരെ 10 പേരെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുത്തു എന്ന് പറയുന്ന ശ്രീ TM ചന്ദ്രൻ DCC ജനറൽ സെക്രട്ടറിന്, അവിടുത്തെ മണ്ഡലം പ്രസിഡന്റ് ഷാഫിനെ KPCC ഓൾറെഡി പുറത്താക്കിയിട്ടുണ്ട്. പഞ്ചായത്ത് അംഗങ്ങൾ പാർട്ടിയോട് ചെയ്തത് കൊടും ചതിയാണ്. വിഷയത്തിൽ കോൺഗ്രസ് ഉടൻ തന്നെ നടപടി സ്വീകരിച്ചുവെന്നും അദ്ദേഹം പറഞ്ഞു. BJP SDPI കക്ഷികളുമായി ഒരു തരത്തിലുള്ള കൂട്ടുകെട്ടും വേണ്ടെന്ന് കർശന നിർദ്ദേശം നൽകിയതാണ്. ഓരോ മണ്ഡലത്തിലും വിപ്പ് നൽകാൻ ചുമതലക്കാരെ ഏൽപ്പിച്ചിരുന്നുവെന്നും ജോസഫ് ടാജറ്റ് വ്യക്തമാക്കി. മറ്റത്തൂരിൽ BJP പിന്തുണയോടെ സ്ഥാനങ്ങൾ നേടിയവർ രാജിവെക്കണമെന്നായിരുന്നുവെന്ന് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് OJ ജനീഷ് പറഞ്ഞു. പാർട്ടി തീരുമാനം ലംഘിച്ചവർക്കെതിരെ നിയമ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. കോൺഗ്രസിനെ പരിഹസിക്കാൻ മുഖ്യമന്ത്രിക്ക് അവകാശമില്ലെന്നും OJ ജനീഷ് തൃശൂരിൽ പറഞ്ഞു. മറ്റത്തൂരിൽ ഇന്ന് മുഖ്യമന്ത്രിയുടെ ഒരു പ്രസ്താവന കണ്ടു. അവിടെ നിന്ന നിൽപ്പിൽ BJP ആകാൻ സാധിക്കുന്നു. അത് അദ്ദേഹം ആഘോഷിക്കുകയാണ്. ഇവിടെ കോൺഗ്രസിൻ്റെ ആരെങ്കിലുമൊക്കെ BJP ആകാൻ വേണ്ടി ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് ആഘോഷിക്കുകയാണ്. അവിടെ കോൺഗ്രസ്സുകാരും BJPയിലേക്ക് പോയതായിട്ടുള്ളതല്ല. അവിടെ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥികളായിട്ടുള്ള ഒരാളെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ചു. അയാൾ നിർദ്ദേശിക്കപ്പെടുന്ന ആൾ തന്നെ CPMൻ്റെ കൂടെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. മറ്റൊരാളെ രണ്ടാമത് വന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് ഈ 8 പേരും കൂടി നിർദ്ദേശിച്ചത്. ആ വ്യക്തിക്കാണ് BJP ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. BJPക്ക് ഒരു വോട്ട് പോലും കോൺഗ്രസ് പ്രവർത്തകർ ചെയ്തിട്ടില്ല. വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലും സ്വാഭാവികമായും BJP ഇങ്ങോട്ടാണ് വോട്ട് ചെയ്തത്. അവിടെ പക്ഷേ കോൺഗ്രസിൻ്റെ അംഗങ്ങളും അതോടൊപ്പം തന്നെ അതിന് നേതൃത്വം കൊടുത്ത DCC ഭാരവാഹികളും മണ്ഡലം പ്രസിഡന്റുമാരൊക്കെ ഉയർന്ന് പ്രവർത്തിക്കണമായിരുന്നു, ഉയർന്ന് ചിന്തിക്കണമായിരുന്നു. KPCCയുടെ സർക്കുലർ വളരെ കൃത്യമായി തന്നെയുണ്ട്. ഇത്തരത്തിൽ ആരെങ്കിലും BJPയുടെയോ SDPയുടെയോ അതല്ല CPMൻ്റെയോ പിന്തുണ ഉണ്ടായാൽ അത് രാജിവെക്കണം എന്ന് തന്നെ വളരെ കൃത്യമായി തന്നെ KPCCയുടെ സർക്കുലർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സർക്കുലർ പാലിക്കാനുള്ള ഉത്തരവാദിത്തം അവർക്ക് സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. അത് പാലിക്കപ്പെടാതെ പോയതുകൊണ്ടാണ് അവിടെ നടപടിയെടുത്തത്. മറ്റത്തൂർ പഞ്ചായത്തിലെ കോൺഗ്രസ് അംഗങ്ങളുടെ കൂറുമാറ്റ വിഷയത്തിൽ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയതായി മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോയ് കൈതാരത്ത് അറിയിച്ചു. കൂറുമാറിയവരെ പഞ്ചായത്ത് മെമ്പർ സ്ഥാനത്ത് നിന്ന് ഒഴിവാക്കി വീണ്ടും തെരഞ്ഞെടുപ്പ് നടപടികൾ സ്വീകരിക്കണമെന്ന് ജോയ് കൈതാരത്ത് ആവശ്യപ്പെട്ടു. 8 പഞ്ചായത്ത് മെമ്പർമാർ മാധ്യമങ്ങളിൽ കാണുന്ന വാർത്തകൾ അപ്പുറത്ത് നേരിട്ട് നമുക്ക് അന്വേഷിച്ച് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യം ഇവർ BJPയുമായി അലയൻസ് ഉണ്ടാക്കി എന്നുള്ളതാണ്. ഇത് പഞ്ചായത്ത് ഭരണത്തെ അനിശ്ചിതത്വത്തിലാക്കാനും പഞ്ചായത്ത് ഭരണം മുന്നോട്ട് യഥാവിധി കൊണ്ടുപോകാനും കഴിയാത്ത അവസ്ഥയിൽ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളതാണ് വസ്തുത. പഞ്ചായത്ത് രാജ് ആക്ടിൻ്റെ ലംഘനമാണ് 1999 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പും അധികാര കേന്ദ്രങ്ങളുടെ നിയോഗവും സംബന്ധിച്ചുള്ള ചട്ടത്തിന് വിരുദ്ധമാണ് ഈ പഞ്ചായത്ത് മെമ്പർമാർ ചെയ്തിരിക്കുന്ന കൂറുമാറ്റ നിയമത്തിന് കൂടി ബാധകമായ നടപടികളാണ് ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിലാണ് സംസ്ഥാന മനുഷ്യാവകാശ സംരക്ഷണ കേന്ദ്രം ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഇവരുടെ അംഗത്വം റദ്ദ് ചെയ്യണമെന്നാവശ്യപ്പെട്ടും മറ്റ് നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പരാതി സമർപ്പിച്ചിട്ടുള്ളത്. തൃശൂർ പാട്ടരാക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. അന്നമനട സ്വദേശി ആട്ടോക്കാരൻ വീട്ടിൽ 70 വയസ്സുള്ള മേരിയാണ് മരിച്ചത്. കോലടി പള്ളത്ത് ലൈനിൽ താമസിക്കുന്ന മകൻ ആന്റണിയുടെ ഭാര്യ ചിഞ്ചു, മക്കളായ ഏഞ്ചലീന, ഇവാനിയ, നിവിയ, ചിഞ്ചുവിന്റെ പിതാവ് വിൽസൺ എന്നിവർക്ക് പരിക്കേറ്റു. ഇവരെ തൃശൂർ അശ്വിനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. മാളവടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികൻ മരിച്ചു. പള്ളിപ്പുറം സ്വദേശി കളത്തിൽ വീട്ടിൽ തോമസ് ആണ് മരിച്ചത്. ചാലക്കുടി കൊട്ടാറ്റ് ഭാഗത്ത് നിന്ന് മാള ഭാഗത്തേക്ക് പോവുകയായിരുന്ന പിക്കപ്പ് വാഹനം വടമ സ്കൂളിന് സമീപമെത്തിയപ്പോൾ നിയന്ത്രണം വിട്ട് റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലും മതിലിലും ഇടിച്ചു. തുടർന്ന് വാഹനം മറിഞ്ഞ നിലയിൽ റോഡിൽ കിടക്കുകയായിരുന്നു. അപ്പോൾ തന്നെ KSEB ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി വൈദ്യുതി വിച്ഛേദിച്ചു. ഈ സമയത്ത് മാള ഭാഗത്തേക്ക് പോയിക്കൊണ്ടിരുന്ന ബൈക്ക് യാത്രക്കാരൻ മറിഞ്ഞുകിടന്ന പിക്കപ്പ് വാഹനത്തിൽ ഇടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനെ KSEB ജീവനക്കാർ തങ്ങളുടെ വാഹനത്തിൽ
ആക്രമണത്തിൽ ഉടൻ മാളയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ദേശീയപാത എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടി ഓട്ടോയും ലോറിയും കൂട്ടിയിടിച്ച് പരിക്കേറ്റയാൾ മരിച്ചു. പാലപ്പെട്ടി സ്വദേശി കറുകപ്പറമ്പിൽ 58 വയസ്സുള്ള സന്തോഷാണ് മരിച്ചത്. ഇദ്ദേഹം ഓടിച്ചിരുന്ന പെട്ടി ഓട്ടോ ലോറിയുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ സന്തോഷിനെ ആദ്യം കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തുടർന്ന് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റിയെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. കൂട്ടുകാരുമൊത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. ചെറുതുരുത്തി ഇരട്ടക്കുളം കല്ലേമുന്നത്ത് വീട്ടിൽ 52 വയസ്സുള്ള മണികണ്ഠനാണ് മരിച്ചത്. പൈങ്കുളം റെയിൽവേ ഗേറ്റിന് സമീപത്തുള്ള പുഴക്കടവിൽ കുളിക്കാനിറങ്ങിയ ഇദ്ദേഹം ഒഴുക്കിൽപ്പെടുകയായിരുന്നു. 3 മാസങ്ങൾക്ക് മുൻപ് ഇതേ സ്ഥലത്ത് ഒരു യുവാവ് ഒഴുക്കിൽപ്പെട്ട് മരിച്ചിരുന്നു. ഇടവേള. Ceramic Center, tiles, bath fittings, sanitary ware, wallpaper, wooden and SPC flooring, variety range of kitchen sinks, all in one roof. Ceramic Center. ഏറ്റവും ട്രെൻഡിംഗ് ഡിസൈനായ മൊറോക്കൻ ആത്തുകുടി ടൈൽസിന്റെ വിപുലമായ ശേഖരം. ഇവയെല്ലാം വേൾഡിലെ ടോപ്പ് ബ്രാൻഡിനൊപ്പം ബ്യൂട്ടിഫുൾ ഡിസൈനോട് കൂടി 40 വർഷത്തെ എക്സ്പീരിയൻസും വെൽ ട്രെയിൻഡ് സ്റ്റാഫുമുള്ള മോസ്റ്റ് ട്രസ്റ്റഡ് ഷോറൂം സെറാമിക് സെന്റർ. വിസിറ്റ് അവർ ഷോറൂം, എക്സ്പീരിയൻസ് ദ ഡിഫറൻസ്. സെറാമിക് സെന്റർ, ശങ്കരായ റോഡ്, നിയർ വെസ്റ്റ് ഫോർട്ട്, തൃശൂർ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ 7th ആനിവേഴ്സറി പ്രമാണിച്ച് ഡിസംബർ 5 മുതൽ ജനുവരി 5 വരെ തൃശൂരിൽ വീണ്ടും ഓഫറുകളുടെ പൂരം കൊടിയേറുന്നു. 30 ദിവസം 0% പണിക്കൂലിയിൽ സ്വർണം വാങ്ങുവാനുള്ള സുവർണാവസരം. കൂടാതെ വിവാഹ പാർട്ടികൾക്ക് 1% നൽകി അഡ്വാൻസ് ബുക്കിംഗ് ചെയ്യുവാനുള്ള സൗകര്യം. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. മുടിയുടെ കാര്യമാണ്, സ്കിന്നിന്റെയും കാര്യമാണ്. അപ്പൊ പിന്നെ റിസ്ക് എടുക്കാനൊക്കത്തില്ല. നെല്ലിക്ക, നീലയമരി, ബ്രഹ്മി, കയ്യോന്നി, അങ്ങനെ കുറെ ആയുർവേദ കൂട്ടുകൾ ചേർത്താണ് ഈ ഹെയർ ഡേ തയ്യാറാക്കുന്നത്. ആയുർവേദത്തിൽ ആദ്യമായി ഹരിത ഹെയർ ഡൈ ഇപ്പോൾ ഹരിതയിൽ നിന്നും. തിരികെ വാർത്തകളിലേക്ക്. തൃശൂരിൽ വൻ ബ്രൗൺ ഷുഗർ വേട്ട. 2 പേർ പിടിയിൽ. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് 11 ഗ്രാം ബ്രൗൺ ഷുഗറുമായി 2 പേരെ എക്സൈസ് സംഘം പിടികൂടിയത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ മാഫിജുദ്ദീൻ, ഇസാസുൽ ഇസ്ലാം എന്നിവരാണ് കുട്ടനല്ലൂരിൽ വെച്ച് എക്സൈസ് സംഘത്തിന്റെ പിടിയിലായത്. ആസാം സ്വദേശികളായ ഇവർ നിർമ്മാണ തൊഴിലാളികൾക്കും ഡ്രൈവർമാർക്കും മയക്കുമരുന്ന് വിൽക്കുന്നുവെന്ന് രഹസ്യവിവരം ലഭിച്ചിരുന്നു. എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ BJ റോയിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ പിടികൂടിയത്. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. ക്രിസ്മസ് അവധിക്കാലമായതോടെ സഞ്ചാരികളുടെ തിരക്കേറിയ സ്നേഹതീരം ബീച്ചിൽ തീരദേശ പോലീസിന്റെ സേവനമോ ആവശ്യത്തിനുള്ള ലൈഫ് ഗാർഡിന്റെ സേവനമോ ഇല്ലെന്ന് ആക്ഷേപം. സ്നേഹതീരം ബീച്ച് പാർക്ക് കൂടി തുറന്നതോടെ 10,000-ൽ പരം ആളുകളാണ് ഓരോ ദിവസവും ഇവിടെ എത്തുന്നത്. ഇത്രയും വിനോദസഞ്ചാരികളെ തീരത്ത് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രമാണ്. അഴീക്കോട് കോസ്റ്റൽ സ്റ്റേഷൻ പരിധിയിലുള്ള ഇവിടേക്ക് വാടാനപ്പള്ളി, വലപ്പാട് പോലീസ് സ്റ്റേഷനുകളിലെ പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാറുണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ആ പതിവില്ലെന്നാണ് ആക്ഷേപം. കഴിമ്പ്രം ബീച്ച് ഫെസ്റ്റിവൽ, മുനയ്ക്കക്കടവ് ബീച്ച് ഫെസ്റ്റ് തുടങ്ങിയവയുടെ ഡ്യൂട്ടിയാണ് പോലീസ് ഉദ്യോഗസ്ഥരെ നിയോഗിക്കാതിരുന്നതിന് കാരണമായി പറയുന്നത്. തീരദേശ പോലീസുമായി പലതവണ ബന്ധപ്പെട്ടിട്ടും പോലീസ് ഉദ്യോഗസ്ഥരെ സേവനത്തിന് ലഭിക്കുന്നില്ലെന്നും വാടാനപ്പള്ളി, വലപ്പാട് സ്റ്റേഷനുകളിൽ ബന്ധപ്പെടുമ്പോൾ തീരദേശ പോലീസിനാണ് ചുമതല എന്ന് പറഞ്ഞൊഴിയുകയാണെന്നും സ്നേഹതീരം ഡെസ്റ്റിനേഷൻ സൂപ്പർവൈസർ അസർ മജീദ് പറഞ്ഞു. TCV ന്യൂസ്, തൃശൂർ. ചൊക്കനയിൽ കാട്ടാന ഇറങ്ങി വാഴ നശിപ്പിച്ചു. ഹാരിസൺ എസ്റ്റേറ്റിലെ തൊഴിലാളികളുടെ പാടികൾക്ക് സമീപത്താണ് കാട്ടാന കൃഷി നശിപ്പിച്ചത്. രാത്രി 3 മണിയോടെ വട്ടോലി മുഹമ്മദ് അലിയും കുടുംബവും താമസിക്കുന്ന പാടിക്ക് മുൻപിലാണ് ഒറ്റയാനെത്തിയത്. പതിവായി കാട്ടാന ശല്യം അനുഭവപ്പെടുന്ന പ്രദേശമാണിത്. തൊട്ടടുത്തുള്ള നായാട്ടുകുണ്ട് പ്രദേശത്തും വീടുകൾക്കരികെ കാട്ടാന എത്തുന്നുണ്ട്. ചാവക്കാട് തിരുവത്ര ജീലാനി നഗറിൽ അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നു. ജീലാനി തേച്ചൻ വീട്ടിൽ ഖദീജയുടെ വീട്ടിലെ 2 ആടുകളെയാണ് കടിച്ചുകൊന്നത്. ആടിന്റെ കരച്ചിൽ കേട്ട് വീട്ടുകാർ പുറത്തെത്തിയപ്പോഴാണ് ആടിനെ ചത്ത നിലയിൽ കണ്ടെത്തിയത്. വീട്ടുകാർ വിവരം അറിയിച്ചതിനെ തുടർന്ന് മൃഗഡോക്ടർ ശർമിള, വാർഡ് കൌൺസിലർ റമീജ എന്നിവർ സ്ഥലത്തെത്തി. ഗുരുവായൂരിൽ മധ്യവയസ്കന് കടന്നൽ കുത്തേറ്റു. ഇരിങ്ങപ്പുറം പറങ്ങനാട്ട് വീട്ടിൽ സുരേഷിനാണ് കുത്തേറ്റത്. രാവിലെ 8 മണിയോടെ മണിഗ്രാം അമ്പലത്തിന് സമീപത്താണ് സംഭവം. റോഡരികിലൂടെ നടന്നു പോകുകയായിരുന്ന സുരേഷിനെ കടന്നൽക്കൂട്ടം ആക്രമിക്കുകയായിരുന്നു. പരിക്കേറ്റ ഇയാളെ ആക്സ് പ്രവർത്തകർ ചാവക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു.
ശ്രീനാരായണപുരം പത്താഴക്കാട് ലഹരി ഉപയോഗം ചോദ്യം ചെയ്തതിന്റെ വൈരാഗ്യത്തിൽ CPI പ്രാദേശിക നേതാവിനെ ആക്രമിക്കുകയും വാഹനം അടിച്ചു തകർക്കുകയും ചെയ്തു. CPI ബ്രാഞ്ച് അസിസ്റ്റന്റ് സെക്രട്ടറിയും AIYF മേഖലാ പ്രസിഡന്റുമായ പത്താഴക്കാട് സ്വദേശി കളപ്പുരയ്ക്കൽ സബീറിനെയാണ് ആക്രമിച്ചത്. സബീറിന്റെ വീട്ടുമുറ്റത്ത് നിർത്തിയിട്ടിരുന്ന വാഹനവും അടിച്ചു തകർത്തു. ക്രിസ്മസ് രാത്രിയിൽ കരോൾ സംഘമെന്ന വ്യാജേന ഒരു സംഘം വീട്ടിലെത്തി വാഹനത്തിന്റെ ചില്ല് തകർത്തതായി സബീർ പറഞ്ഞു. വെള്ളിയാഴ്ച സൈഫുദ്ദീൻ എന്നയാൾ വീട്ടിലെത്തി ആക്രമിച്ചതായും സബീർ പറഞ്ഞു. പരിക്കേറ്റ സബീർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മിസ്റ്റർ തൃശൂർ ചാമ്പ്യൻഷിപ്പ് വിജയിയായ 28-കാരനെ കുന്നംകുളത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ശങ്കരപുരം അമ്പലത്തിന് സമീപം താമസിക്കുന്ന കൊട്ടേക്കാട്ട് വീട്ടിൽ അനിരുദ്ധാണ് മരിച്ചത്. രാത്രി ഉറങ്ങാൻ കിടന്ന അനിരുദ്ധിനെ രാവിലെ വിളിച്ചപ്പോൾ എഴുന്നേൽക്കാത്തതിനെ തുടർന്ന് മലങ്കര ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും മരണം സംഭവിച്ചു. കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. മണ്ണമ്പേട്ട കരുവാപ്പടിയിൽ ഓട്ടോറിക്ഷയും ബൈക്കും കൂട്ടിയിടിച്ച് 3 പേർക്ക് പരിക്ക്. പുളിഞ്ചോട് സ്വദേശിയായ ഓട്ടോ യാത്രക്കാരിയും ബൈക്ക് യാത്രക്കാർക്കുമാണ് പരിക്കേറ്റത്. പരിക്കേറ്റ യാത്രക്കാരിയെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബൈക്ക് യാത്രക്കാരുടെ പരിക്ക് സാരമുള്ളതല്ല. കൊടകര പഞ്ചായത്തിന്റെ ഭരണം തിരിച്ചുപിടിച്ചതിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് UDFന്റെ നേതൃത്വത്തിൽ പ്രകടനം നടത്തി. കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി ഓഫീസിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ടൗൺ ചുറ്റി സമാപിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് ജോയ് നെല്ലിശ്ശേരി, വൈസ് പ്രസിഡന്റ് പ്രനീല ഗിരീശൻ, കോൺഗ്രസ് നേതാക്കളായ VM ആന്റണി, MK ഷൈൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. വടക്കാഞ്ചേരിയിലെ പുതിയ കോടതി സമുച്ചയത്തിന്റെ നിർമ്മാണ സ്ഥലത്ത് മണ്ണ് പരിശോധന നടത്തി. ഗവൺമെന്റ് ഗേൾസ് ഹൈസ്കൂളിന് സമീപം നടന്ന ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് കൈമാറിയ സ്ഥലത്താണ് കോടതി സമുച്ചയം ഉയരുന്നത്. 5 നിലകളിലായി 68,000 സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മാണം. സേവ്യർ ചിറ്റിലപ്പള്ളി MLA, നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ, വൈസ് ചെയർമാൻ PN സുരേന്ദ്രൻ തുടങ്ങിയവർ സ്ഥലം സന്ദർശിച്ചു. കരിമത്തറ 2ാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് സ്ഥാപക ദിനം ആഘോഷിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി കുട്ടൻ മച്ചാട് ഉദ്ഘാടനം ചെയ്തു. വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് വിനോദ് മാടവന അധ്യക്ഷത വഹിച്ചു. ഭാരവാഹികളായ അൽഫോൺസ ഫ്രാൻസിസ്, സന്തോഷ് എറക്കാട്ട്, NM വിനീഷ്, ജെയിംസ് കുണ്ടുകുളം, AA ബഷീർ, ഷഹന നൌഷാദ് തുടങ്ങിയവർ സംസാരിച്ചു. ഈ രാജ്യത്തെ ഏറ്റവും വലിയ ജനാധിപത്യ പ്രസ്ഥാനമായ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 141ാം സ്ഥാപക സ്വതന്ത്ര ഇന്ത്യയുടെ കാലത്ത് തലൂർ മഹാദേവ ക്ഷേത്രത്തിൽ തിരുവാതിര പുണർദം തിരുവുത്സവം തിങ്കളാഴ്ച മുതൽ ആഘോഷിക്കുമെന്ന് ഭാരവാഹികൾ പുതുക്കാട് അറിയിച്ചു. 29-ാം തീയതി വൈകിട്ട് നടക്കുന്ന സാംസ്കാരിക സന്ധ്യ K. രാഹുൽ ഉദ്ഘാടനം ചെയ്യും. ജനുവരി 4-ാം തീയതിയാണ് സമാപനം. സമാപന ദിവസം വൈകിട്ട് തൃക്കൂർ അശോക് G. നായർ, ഗുരുവായൂർ കൃഷ്ണപ്രസാദ് എന്നിവരുടെ നേതൃത്വത്തിൽ ഡബിൾ തായമ്പക നടക്കും. ക്ഷേത്രം ഭാരവാഹികളായ EV കൃഷ്ണൻ നമ്പൂതിരി, C. ദേവദാസ്, PN പ്രകാശൻ, TN നിഷാന്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. കവിയും മാധ്യമപ്രവർത്തകനുമായ K. രഘുനന്ദനൻ രചന നിർവഹിച്ച് സർഗം മ്യൂസിക്കൽസ് പുറത്തിറക്കുന്ന ദേവഗണേശൻ എന്ന ഭക്തിഗാനത്തിന്റെ പ്രകാശനം നടന്നു. ചന്ദ്രാപ്പിനി ശ്രീതലാപുരം ഭഗവതി ക്ഷേത്ര സന്നിധിയിൽ പ്രവാസി വ്യവസായി വേണുഗോപാൽ മേനോൻ പ്രകാശനം നിർവഹിച്ചു. കവിയും ഗാനരചയിതാവുമായ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ ഏറ്റുവാങ്ങി. കവി K. ദിനേശ് രാജ, തലാപുരം ക്ഷേത്രം പ്രസിഡന്റ് K. ഗോപകുമാർ എന്നിവർ സംസാരിച്ചു. മാമ്പഴത്തേൻ പഴമായി വൈലോപ്പിള്ളി നാടിൻ മിടിപ്പിന്റെ നാഥമായോ എന്തിയും ഗ്രാമഗോകുലത്തിന്റെ ശീലുമായി പി ഭാസ്കരൻ ജീവിതഗന്ധം തൂവി ജീയുടെ മുന്നിൽ തന്നെ കഥമനട്ട കാവ്യ കാഹുതീണ്ടി 80-ാം പിറന്നാൾ ആഘോഷിക്കുന്ന കഥകളി ആചാര്യൻ സദനം രാമൻകുട്ടി നായരെ തിച്ചൂർ ഗ്രാമം ആദരിച്ചു. കേരള സംഗീത നാടക അക്കാദമി ചെയർമാൻ മട്ടന്നൂർ ശങ്കരൻകുട്ടി മാരാർ ഉദ്ഘാടനം ചെയ്തു. UR പ്രദീപ് MLA അധ്യക്ഷത വഹിച്ചു. സദനം കഥകളി അക്കാദമി സെക്രട്ടറി ഡോക്ടർ സദനം ഹരികുമാർ, ഡോക്ടർ അനിൽ പുത്തലത്ത്, കേണൽ നാരായണൻ നായർ, ഡോക്ടർ AK ടോണി, M രവീന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ഭക്തിയും ഉള്ള ഒരാശാൻ, അതായിരുന്നു നിങ്ങളുടെ രാമൻകുട്ടി നായരാശാൻ, ഞങ്ങളുടെ രാമൻകുട്ടി. തിച്ചൂർ എന്ന പ്രദേശം നിരവധി
ലോകപ്രസിദ്ധരായ വാദ്യകലാകാരന്മാരുടെ ജന്മസ്ഥലമാണ്. സാക്ഷാൽ മദ്ദളത്തിലാണെങ്കിൽ തിച്ചൂർ മണിയൻ പണിക്കർ, തിച്ചൂർ വാസു വാര്യർ, അടുത്ത കാലത്ത് നമ്മളെ വിട്ടുപോയ തിച്ചൂർ മോഹനൻ, അങ്ങനെ തുടങ്ങി എല്ലാ കലകളിലും പ്രാവീണ്യവും യോഗ്യതയും തികഞ്ഞ കലാകാരന്മാരുള്ളൊരു പ്രദേശമാണ് തിച്ചൂർ. കഥകളിയുടെ ഈറ്റില്ലം, കല്ലുവഴി എന്നൊക്കെ പറഞ്ഞ മറ്റൊരു ഇടവേള. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. ഏവർക്കും കേരള വസ്ത്രാലയത്തിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് പുതുവത്സരാശംസകൾ. കേരള വസ്ത്രാലയം, പട്ടാമ്പി റോഡ്, കുന്നംകുളം. ഗുരുവായൂർ റോഡ് നിയർ റോയൽ ഹോസ്പിറ്റൽ, കുന്നംകുളം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരമുണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക്. ചാലക്കുടിയിൽ സൈഡ് കൊടുത്തില്ലെന്ന് ആരോപിച്ച് KSRTC സൂപ്പർഫാസ്റ്റ് ബസ് തടഞ്ഞു നിർത്തി ഡ്രൈവറെ മർദ്ദിച്ച 3 പേർ അറസ്റ്റിൽ. തുറവൂർ കിടങ്ങൂർ കവരപ്പറമ്പിൽ എബിൻ, അങ്കമാലി പീച്ചാനിക്കാട് പറമ്പി വീട്ടിൽ ഷിൻഡോ വർഗീസ്, കറുകുറ്റി കരയാമ്പറമ്പ് പുളിയനം വീട്ടിൽ ബെൽജോ എന്നിവരെയാണ് അങ്കമാലിയിൽ നിന്ന് ചാലക്കുടി പോലീസ് പിടികൂടിയത്. KSRTC ഡ്രൈവർ തൊടുപുഴ തൊട്ടിപ്പറമ്പിൽ അബ്ദുൾ ഷുക്കൂറിന് നേരെയാണ് ആക്രമണമുണ്ടായത്. വോയ്സ് ഓഫ് കാരമുക്ക് മണലൂർ MM മെഡിക്കെയറും സംയുക്തമായി ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഡോക്ടർ നിഷാം ക്ലാസിന് നേതൃത്വം നൽകി. ക്ലബ് പ്രസിഡന്റ് രബീഷ് അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി കൃഷ്ണകുമാർ, ട്രഷറർ ജയപാലൻ തുടങ്ങിയവർ സംസാരിച്ചു. ചെന്നൈയിൽ നടന്ന സൗത്ത് ഇന്ത്യ യൂണിവേഴ്സിറ്റി മത്സരത്തിൽ കാർട്ടൂൺ, പോസ്റ്റർ മേക്കിംഗ് എന്നിവയിൽ 1ാം സ്ഥാനം നേടി തളിക്കുളം സ്വദേശി ഗോപി നന്ദന. ക്രിയേറ്റീവ് കൊറിയോഗ്രാഫിയിൽ 2ാം സ്ഥാനവും ഗോപിക സ്വന്തമാക്കി. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഇന്റർസോൺ ചിത്രപ്രതിഭയായും തെരഞ്ഞെടുക്കപ്പെട്ടിരുന്നു. തളിക്കുളം തമ്പാൻകടവ് അല്ലപ്പറമ്പിൽ രാജുവിന്റെയും ഗിരീഷിന്റെയും മകളാണ് ഗോപിക നന്ദന. പാവറട്ടി വിളക്കാട്ടുപാടം ദേവസൂര്യ കലാവേദിയുടെ നേതൃത്വത്തിൽ മത്സ്യകൃഷി വിളവെടുപ്പ് നടത്തി. പാവറട്ടി പഞ്ചായത്ത് അംഗം ബിന്ദു സാംസൺ ഉദ്ഘാടനം ചെയ്തു. ദേവസൂര്യ പ്രസിഡന്റ് റജി വിളക്കാട്ടുപാടം അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി KC അഭിലാഷ്, പ്രിൻസി റജി, സ്മിത സുരേഷ്, KS രാമൻ തുടങ്ങിയവർ സംസാരിച്ചു. മത്സ്യകൃഷിയുടെ ഉദ്ഘാടനമാണ് ഇവിടെ നടന്നത്. ഇന്ന് കാലത്ത് നല്ല രീതിയിൽ മായം ചേർക്കാത്ത മീൻ ലഭിക്കണമെങ്കിൽ ഇങ്ങനെയുള്ള സംരംഭങ്ങളാണ് നമുക്ക്. ഭിന്നശേഷിക്കാർക്ക് മുതിർന്നവർക്ക് നവവത്സര ആശംസാ കാർഡുകൾ അയച്ച് നാട്ടിക ഫിഷറീസ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ NSS വോളണ്ടിയർമാർ. മേജർ PJ സ്റ്റൈജു, NSS പ്രോഗ്രാം ഓഫീസർ MA രാഖിക്ക് കാർഡ് നൽകി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ പ്രിൻസിപ്പൽ SN ഷാജറത്ത് അധ്യക്ഷത വഹിച്ചു. അധ്യാപകരായ രാജഷീബ, K അനിത തുടങ്ങിയവർ സംസാരിച്ചു. ലയൺസ് ക്ലബ്ബ് ഓഫ് ഗുരുവായൂരിന്റെ 34 സേവന പദ്ധതികളുടെ ഉദ്ഘാടനം ഡിസ്ട്രിക്ട് ഗവർണർ T ജയകൃഷ്ണൻ നിർവഹിച്ചു. പ്രസിഡന്റ് സന്തോഷ് ജാക്ക് അധ്യക്ഷത വഹിച്ചു. നഗരസഭാ ചെയർപേഴ്സൺ സുനിത അരവിന്ദൻ, വൈസ് ചെയർപേഴ്സൺ KK ജ്യോതിരാജ്, പ്രതിപക്ഷ നേതാവ് ബഷീർ പൂക്കോട് എന്നിവരെ ആദരിച്ചു. സെക്രട്ടറി OT സൈമൺ, സോൺ ചെയർപേഴ്സൺ രാജേഷ് ജാക്ക്, KB ഷൈജു തുടങ്ങിയവർ സംസാരിച്ചു.
അരിമ്പൂരിൽ മരണപ്പെട്ട വ്യാപാരിയുടെ കുടുംബത്തിന് ജില്ലാ വ്യാപാരി വ്യവസായി സമിതി 5 ലക്ഷം രൂപ കൈമാറി. കൊളങ്ങര KP ജോസിന്റെ കുടുംബത്തിനാണ് മരണാനന്തര ഫണ്ട് നൽകിയത്. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TV ഹരിദാസ് 5 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. ജില്ലാ പ്രസിഡന്റ് വിജയ് ഹരി അധ്യക്ഷത വഹിച്ചു. അരിമ്പൂർ യൂണിറ്റ് പ്രസിഡന്റ് VR സുകുമാരൻ, സെക്രട്ടറി VT ജോൺസൺ, സെബി VL, തോമസ് ഫ്രാൻസിസ്, ലതീഷ് നാരായണൻ, KL ജോസ് തുടങ്ങിയവർ പങ്കെടുത്തു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഏനമാവ് മുല്ലശ്ശേരി മേഖല കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഏകദിന സത്യാഗ്രഹം നടത്തി. ജില്ലാ കോൾ കർഷക സംഘം ഓർഗനൈസിംഗ് സെക്രട്ടറി NK സുബ്രഹ്മണ്യൻ ഉദ്ഘാടനം ചെയ്തു. കോൾപ്പടവ് കമ്മിറ്റി പ്രസിഡന്റ് P പരമേശ്വരൻ അധ്യക്ഷനായിരുന്നു. വെങ്ങടങ്ങ് പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസി ജേക്കബ്, കോൾപ്പടവ് ഭാരവാഹികളായ TV ബാലകൃഷ്ണൻ, KP ജോസഫ്, TI ജോബി, TS രാമകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഇരിങ്ങാലക്കുട രൂപത മഹാജൂബിലി ആഘോഷത്തിന്റെ ഭാഗമായി ചാലക്കുടി, കുറ്റിക്കാട്, കൊടകര ഫൊറോനകളുടെ നേതൃത്വത്തിൽ ചാലക്കുടി ടൗണിൽ മെഗാ കരോൾ സംഘടിപ്പിച്ചു. 49 പള്ളികളിൽ നിന്ന് നൂറുകണക്കിന് വിശ്വാസികൾ മെഗാ കരോളിൽ പങ്കാളികളായി. ബെന്നി ബെഹനാൻ MP, സനീഷ് കുമാർ ജോസഫ് MLA എന്നിവർ ചേർന്ന് ഫ്ളാഗ് ഓഫ് ചെയ്തു. ഫാദർ വർഗീസ് പാത്താടൻ, ഫാദർ ലിജോ പറമ്പത്ത്, ഫാദർ വിൽസൺ എലുവത്തിങ്കൽ, ഫാദർ ക്രിസ്റ്റി ചിറ്റാട്ടുകര, ജോഷി പുത്തിരിക്കൽ എന്നിവർ നേതൃത്വം നൽകി. ദൈവപുത്രൻ പിറക്കുമെന്ന് വിഷ്ണു സഹസ്രനാമ സമൂഹയജ്ഞത്തോടെ 22ാമത് ശ്രീമദ് ഭാഗവത തത്വസമീക്ഷ സത്രത്തിന് കൊടിയിറങ്ങി. സമാപന ദിനത്തിൽ 2000-ലധികം പേർ വിഷ്ണു സഹസ്രനാമ സമൂഹാർച്ചനയിൽ പങ്കെടുത്തു. സ്വാമിനി ശിവപ്രിയ മാതാജി ഭദ്രദീപം തെളിയിച്ചു. വെള്ളിക്കലശത്തിൽ നാണയം നിക്ഷേപിച്ച് ഗംഗാതീർത്ഥം കൊണ്ട് മന്ത്രാന്യുതമായി സ്വാമി നിർവിശേഷാനന്ദ തീർത്ഥ കുംഭപൂരണം ചെയ്തു. സ്വാമി ഭൂമാനന്ദ തീർത്ഥ സങ്കല്പം ചൊല്ലിക്കൊടുത്തു. അർച്ചന കഴിഞ്ഞ് പൂർണ്ണാഹുതി നടത്തി പങ്കെടുത്തവർക്കെല്ലാം പ്രസാദ് വിതരണം ചെയ്തു. യജ്ഞത്തിൽ യജമാനായി കുമരനെല്ലൂർ കണ്ടേരി കൃഷ്ണകുമാറും യജമാന പത്നിയായി തുളസീദേവിയും പങ്കെടുത്തു. നെല്ലുവായി ശ്രീ ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശി ചൊവ്വാഴ്ച നടക്കുമെന്ന് ദേവസ്വം ഓഫീസർ G ശ്രീരാജ് അറിയിച്ചു. പുലർച്ചെ നിർമ്മാല്യം തൊഴുന്നതിനും മുക്കുടി സേവിക്കുന്നതിനുമായി 10,000-കണക്കിന് ഭക്തർ ക്ഷേത്രത്തിലെത്തും. തിരക്ക് നിയന്ത്രിക്കുന്നതിന് എല്ലാവിധ സജ്ജീകരണങ്ങളും ഏർപ്പെടുത്തിയതായി ദേവസ്വം ഓഫീസർ അറിയിച്ചു. പൂർണ്ണമായും നമ്മുടെ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ആരോഗ്യവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ദേവസ്വത്തിൻ്റെ ഭാഗത്തുനിന്നുള്ള നിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് വേണം ക്ഷേത്ര ദർശനം നടത്താനായിട്ട്. അപ്പോൾ നമ്മൾ ക്ഷേത്രത്തിലേക്ക് വരുന്ന വഴിക്ക് 2 പാർക്കിംഗ് ഗ്രൗണ്ടുകൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേത്രത്തിലെത്തുന്ന ഭക്തജനങ്ങൾക്ക് ക്ഷേത്രത്തിൻ്റെ മുൻഭാഗത്ത് വൈദ്യസഹായത്തിനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ വർഷം മറ്റൊരു സൗകര്യം കൂടിയുണ്ട്. ക്ഷേത്രത്തിൻ്റെ പിൻഭാഗത്തായിട്ട്, അതായത് കിഴക്കേ നടയിലായിട്ട് അന്നദാനം കൊടുക്കുന്നതിന് മുൻപിലായിട്ടുള്ള നമ്മുടെ ക്ഷേത്രം നെല്ലുവായി ധന്വന്തരി ആശുപത്രിയിൽ സൗജന്യ ആയുർവേദ മെഡിക്കൽ ക്യാമ്പ് ഉണ്ട്. അപ്പോൾ ഏതെങ്കിലും രൂപത്തിലുള്ള അസ്വസ്ഥതകളൊക്കെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഭക്തജനങ്ങൾ വൈദ്യസഹായം തേടണം. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ വൈകുണ്ഠ ഏകാദശിയോടനുബന്ധിച്ച് നടന്ന ചെറുദേവർ എഴുന്നള്ളിപ്പ് ഭക്തി നിർഭരമായി. മേൽശാന്തി അച്യുത നമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, ദേവസ്വം ഉദ്യോഗസ്ഥർ, ഉപദേശക സമിതി അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. നെല്ലുവായി ധന്വന്തരി ക്ഷേത്രത്തിലെ ഏകാദശി മഹോത്സവത്തോടനുബന്ധിച്ച് വൈദ്യ സംഗമവും
ധന്വന്തരി പുരസ്കാര സമർപ്പണവും നടന്നു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് മേരി തോമസ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. കൊച്ചിൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ധന്വന്തരി പുരസ്കാരം അഷ്ടവൈദ്യൻ AD നീലകണ്ഠൻ മൂസിന് സമർപ്പിച്ചു. എരുമപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് ബിന്ദു ഗിരീഷ്, വാർഡ് മെമ്പർ ഷാജി വർഗീസ്, കൊച്ചിൻ ദേവസ്വം ബോർഡ് കമ്മീഷണർ SR ഉദയകുമാർ, തിരുവല്ലാമല ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ KN ദീപേഷ്, ദേവസ്വം ബോർഡ് മെമ്പർ അഡ്വക്കേറ്റ് KP അജയൻ, നെല്ലുവായി ദേവസ്വം ഓഫീസർ G ശ്രീരാജ്, നെല്ലുവായി ധന്വന്തരി ആശുപത്രി ചെയർമാൻ PC അബാൽമണി, ഉപദേശക സമിതി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ബിനു ചന്ദ്രൻ എന്നിവർ സംസാരിച്ചു. തുടർന്ന് ആവണങ്ങാട്ടിൽ കളരി സംഘത്തിന്റെ സന്താനഗോപാലം കഥകളി അരങ്ങേറി. ഗോഥിക് വാസ്തുശില്പ ഭംഗിയിൽ നവീകരിച്ച തെക്കൻ താണിശ്ശേരി സെന്റ് സേവിയേഴ്സ് പള്ളിയുടെ കൂദാശിയും പ്രതിഷ്ഠയും നടത്തി. ഇടവകയിലെ 1063 കുടുംബങ്ങളിൽ നിന്ന് പ്രതിമാസ ദശാംശം സ്വീകരിച്ചാണ് 152 അടി ഉയരത്തിൽ 16,000 ചതുരശ്രയടി വിസ്തീർണത്തിലുള്ള പള്ളി നവീകരിച്ചത്. നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി 1063 കുടുംബങ്ങൾ ചേർന്ന് എഴുതിയ ബൈബിൾ സമർപ്പിച്ചു. 218 വർഷത്തെ പാരമ്പര്യമുള്ള പള്ളിയിൽ നവീകരണം പൂർത്തിയാക്കിയതോടെ 1200 പേർക്ക് ഇരുന്ന് ചടങ്ങുകളിൽ പങ്കെടുക്കുവാനുള്ള സൗകര്യമായി. കൂദാശ പ്രതിഷ്ഠാ ചടങ്ങിൽ ഇരിങ്ങാലക്കുട രൂപതാ മെത്രാൻ മാർ പോളി കണ്ണൂക്കാടൻ കാർമ്മികനായി. ഗുരുവായൂർ ടൗൺ ഹാളിൽ നടന്ന ഗീതാപത്ത് സത്സംഗ സമിതി ചിത്രകാരൻ നന്ദൻ പിള്ള ഉദ്ഘാടനം ചെയ്തു. ഗീതാപത്ത് ട്രസ്റ്റി സേതുലക്ഷ്മി കൃഷ്ണ അധ്യക്ഷത വഹിച്ചു. ആധ്യാത്മികാചാര്യൻ AKB നായർ, ബ്രഹ്മവനാനന്ദജി മഹാരാജ്, ഡോക്ടർ എടനാട് രാജൻ നമ്പ്യാർ എന്നിവർ അനുഗ്രഹ പ്രഭാഷണം നടത്തി. തുടർന്ന് സമ്പൂർണ്ണ ഗീതാപാരായണവും ഉണ്ടായിരുന്നു. കൊടുങ്ങല്ലൂർ ചേരമാൻ മഹല്ല് കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കരിയർ അവയർനെസ് ക്ലാസുകൾക്ക് തുടക്കമായി. ചേരമാൻ മ്യൂസിയം ഹാളിൽ നടന്ന പരിപാടി മുഹമ്മദ് ആരിഫ് ഉദ്ഘാടനം ചെയ്തു. BHSC ജില്ലാ കോർഡിനേറ്റർ അരുൺ P. ശങ്കർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു. മഹൽ ജോയിന്റ് സെക്രട്ടറി നൌഷാദ് അധ്യക്ഷത വഹിച്ചു. ഖത്തീബ് ഡോക്ടർ സലീം നദ്വി, CP അലിയാർ, അബ്ദുൾ അസീസ് നിസാമി, മുദരിസ് മുഹമ്മദ് ഹിഷാം അദ്നി, ഹൈദർ അലി എന്നിവർ സംസാരിച്ചു. വാണിജ്യം. പ്രീമിയം കിച്ചൺ വെയർ, കുക്ക് വെയർ രംഗത്തെ പ്രമുഖ ബ്രാൻഡായ സൺ കാസിയുടെ കേരളത്തിലെ ആദ്യ ബ്രാഞ്ച് തൃശൂരിൽ പ്രവർത്തനം ആരംഭിച്ചു. തൃശൂർ ഇക്കണ്ട വാര്യർ റോഡിൽ ആരംഭിച്ച പുതിയ ഷോറൂം സൺസിറ്റി ഗ്രൂപ്പ് ചെയർമാൻ മഹാവീർ അഗർവാൾ, കൌൺസിലർ ബൈജു വർഗീസ് എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. ആദ്യ വിൽപ്പന ആന്റണി പാലത്തിങ്കലിൽ നിന്ന് ഡോക്ടർ റെജി വർഗീസ് സ്വീകരിച്ചു. സീനിയർ സെയിൽസ് എക്സിക്യൂട്ടീവ് ഷെറിൻ, സൺസിറ്റി ഗ്രൂപ്പ് കേരള ഡിസ്ട്രിബ്യൂട്ടർ ജിജി നായർ തുടങ്ങിയവരും പങ്കെടുത്തു. ഉദ്ഘാടനത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി ആകർഷകമായ നിരവധി ഓഫറുകളാണ് സൺകാസ ഒരുക്കിയിരിക്കുന്നത്. 500 രൂപയ്ക്ക് മുകളിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങുന്നവർക്ക് 597 രൂപ വില വരുന്ന ചോപ്പിംഗ് ബോർഡ് സൗജന്യമായി ലഭിക്കും. 3000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്താൽ 897 രൂപയുടെ ഫ്ലാസ്ക് സൗജന്യം. 6000 രൂപയ്ക്ക് മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് 2197 രൂപ വിലയുള്ള പനിയാരം പാൻ സൗജന്യമാണ്. ഇതോടൊപ്പം ഏത് ഉൽപ്പന്നം വാങ്ങിയാലും 20% അധിക ഡിസ്കൗണ്ടും ലഭിക്കും. കൂടുതൽ വിവരങ്ങൾക്കായി 8943500006 8891737006. ഇന്നത്തെ സ്വർണ്ണനിരക്ക്. TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM ഗോൾഡൻ ഡയമണ്ട്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. സ്വർണം ഗ്രാമിന് 12,945 രൂപ, പവന് 1,03,560 രൂപ.
TJM ഗോൾഡൻ ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് എനിക്കൊരു ബജറ്റ് ഉണ്ട്, അതിനുള്ള കളിയൊക്കെ കളിച്ചാൽ മതി. നടക്കില്ല മോനെ. TJM Golden Diamonds, Manufacturers and Wholesalers. പള്ളിക്കുളം റോഡ്, തൃശൂർ. സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വീണ്ടും പ്രധാന വാർത്തകൾ. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് TPR Golden Diamonds. സുവർണ നിമിഷങ്ങൾ, കാലാതീതമായ ഡിസൈനുകൾ. TPR Golden Diamonds, സാധാരണക്കാരുടെ ഹൃദയത്തിന്റെ പൊന്ന്. ഇനി മുതൽ തൃശൂർ MG റോഡിലും. മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിനോടടുത്ത് പ്രത്യേക രാഷ്ട്രീയ സാഹചര്യമെന്ന് കോൺഗ്രസ് പുറത്താക്കിയ പഞ്ചായത്ത് അംഗങ്ങൾ. പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് സ്ഥാനങ്ങൾ രാജിവെക്കില്ല. തെരഞ്ഞെടുപ്പിൽ പാർട്ടി വിപ്പ് നൽകിയില്ലെന്നും പാർട്ടി നേതൃത്വം ഇടപെട്ടാൽ കേൾക്കുമെന്നും അംഗങ്ങൾ. തൃശൂർ പാട്ടരാക്കലിൽ മിനി ലോറിയും കാറും കൂട്ടിയിടിച്ച് കാർ യാത്രിക മരിച്ചു. മാള വടമയിൽ വാഹനാപകടത്തിൽ ബൈക്ക് യാത്രികന് ദാരുണാന്ത്യം. എടമുട്ടം പാലപ്പെട്ടിയിൽ പെട്ടിയോട്ടോയും ലോറിയും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റയാൾ മരിച്ചു. പൈങ്കുളത്ത് ഭാരതപ്പുഴയിൽ കുളിക്കാനിറങ്ങിയ മധ്യവയസ്കൻ മുങ്ങി മരിച്ചു. തൃശൂരിൽ വൻ ബ്രൌൺ ഷുഗർ വേട്ട. ഇതര സംസ്ഥാന തൊഴിലാളികളായി 2 പേർ പിടിയിൽ. പുതുവത്സരാഘോഷത്തിന് മുന്നോടിയായി നടത്തിയ പരിശോധനയിലാണ് മയക്കുമരുന്ന് പിടികൂടിയത്. തളിക്കുളം സ്നേഹതീരം ബീച്ചിൽ സഞ്ചാരികളുടെ വൻ തിരക്ക്. തിരക്ക് നിയന്ത്രിക്കാൻ ആകെയുള്ളത് ടൂറിസം വകുപ്പിന്റെ 4 ലൈഫ് ഗാർഡുകൾ മാത്രം. ചൊക്കനയിൽ കാട്ടാനശല്യം രൂക്ഷം. കാട്ടാനിറങ്ങി വാഴക്കൃഷി നശിപ്പിച്ചു. ഭീതിയിൽ പ്രദേശവാസികൾ. ചാവക്കാട് തിരുവത്ര ജീരാണി നഗറിൽ അജ്ഞാത ജീവി ആടിനെ കടിച്ചുകൊന്നു. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം. ഈ വാർത്ത നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ഡോക്ടർ റാണി മേനോൻ മാക്സിവിഷൻ ഐ ഹോസ്പിറ്റൽസ്. കാത്തുകൊള്ളാം കണ്ണിലെ കൃഷ്ണമണി പോലെ.